ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം റൂമിനോട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം എന്തെല്ലാം സൗകര്യങ്ങളാണ്, എങ്ങനെയാണ് സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടത്, എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഒരു ലെയറിൽ തന്നെ മൊത്തം ഒരേ ലെവലിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യമേ തന്നെ വാഷ് ബേസിൻ, രണ്ടാമത് സെൻറ്ററിൽ വരുന്നത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അറ്റത്ത് നമുക്ക് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഒറ്റ ലെയറിൽ തന്നെ അറേഞ്ച് ചെയ്യുക. ആദ്യമേ തന്നെ വാഷ് ബേസിൻ വന്നു, വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ആ വാഷ് ബേസിൻ്റെ മിറർ ലാമ്പ് കൊടുക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുക്കുന്നു. അത് എക്സോസ്റ്റ് വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നനയാത്ത രീതിയിലാണ് നമ്മൾ മാക്സിമം കൊടുക്കേണ്ടത്. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുളിക്കുന്ന ഏരിയ അങ്ങേ അറ്റത്താണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങേ അറ്റത്താണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വെള്ളം അതിലേക്ക് വന്ന് ട്രിപ്പ് ആവുകയോ എർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേപ്പ് കനത്തിൻ്റെ ലെവലിലാണ് നമ്മൾ ആ ബോക്സ് കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് ടൈല് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ടൈല് കനം കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യമേ തന്നെ വാഷ് ബേസിൻ, പിന്നെ സെൻറ്ററിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേറ്റത്തേക്ക് കുളിക്കുന്ന ഏരിയ. അപ്പോൾ ഈ പറയുന്ന ലെവലിൽ ആദ്യമേ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു ഒരു 20 ഇഞ്ച് വരുന്ന വാഷ് ബേസിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകുതി വരാവുന്ന രീതിയിലാണ് നമ്മൾ മിറർ ലാമ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിറർ ലാമ്പ്, എക്സോസ്റ്റ്, ഹീറ്ററിൻ്റെ സ്വിച്ചുകൾ. പിന്നെ നമ്മൾ നേരെ മുകളിലായിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് മിറർ ലാമ്പ് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ ലൈറ്റ് വരുന്നത്, ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റ് വരുന്നത്. അത് നമ്മളൊരു 4 ബോക്സ് വെച്ച് അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു പൈപ്പ് താഴേക്ക് വന്നു, അതിൽ നിന്നുമാണ് ഹീറ്ററിൻ്റെ കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്, എക്സോസ്റ്റിലേക്കും പോയിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് തുളച്ച്, അതായത് ആ ബോക്സിൻ്റെ ബാക്ക് തുളച്ചാണ് നമ്മൾ സർക്യൂട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സോസ്റ്റിനുള്ള ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരെ 20 mm പൈപ്പ് വീണ്ടും പോയതിന് ശേഷം നമ്മൾ അങ്ങേയറ്റത്തേക്കാണ് കുളിക്കുന്ന ഏരിയ വന്ന്, കുളിക്കുന്ന ഏരിയയുടെ മുകളിലായിട്ടാണ് നമ്മൾ ഹീറ്റർ കൊടുക്കുന്നത്. അതായത് ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഹീറ്റർ വയ്ക്കുന്നു. പിന്നെ നമ്മളൊരു എക്സോസ്റ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എക്സോസ്റ്റിൻ്റെ പോയിൻ്റാണ് ആ പൊക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് 2 മോഡ്യൂളുടെ ഒരു പവർ പ്ലഗിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹീറ്ററിന് വേണ്ടിയിട്ട് പവർ പ്ലഗിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലിൻഡിൽ കഴിഞ്ഞിട്ട് ഒരു കല്ല്, അതായത് ഒരു 6 ഇഞ്ച് കൂടി ഹൈറ്റിലാണ് മുകളിലുമാണ് കൊടുത്തിരിക്കുന്നത്. 7 അടി വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലിൻഡിൽ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കല്ല് കൂടി വരുന്ന സെൽസിലാണ് നമ്മൾ അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് ഒരു ലൈറ്റ്, ഒരു എക്സോസ്റ്റ്, പിന്നെ ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ, പിന്നെ ഒരു മിറർ ലാമ്പ്, ഇത്രയാണ് അതിൻ്റെ മെയിനായിട്ട് ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിൽ സീലിംഗ് ലൈറ്റ് വേണമെങ്കിൽ സീലിംഗ് ലൈറ്റ്സും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ബോർഡാണ്, ഒറ്റ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബാത്റൂമിൻ്റെ അകത്ത് ഈ എൻട്രൻസ്, പിന്നെ ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെ സ്വിച്ചും കാര്യങ്ങൾ വരുന്നത് പുറത്ത് സൈഡിലാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പുറത്ത് സൈഡ് നേരെ ഓപ്പോസിറ്റ്, ഈ സ്വിച്ച് ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കയറുന്നതിന് മുന്നായിട്ട് നമ്മൾ പുറത്ത് നിന്ന് ഓൺ ചെയ്തിട്ട് വേണം ലൈറ്റിൻ്റെ മാത്രം ഓപ്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർക്യൂട്ട് കൊണ്ടുവരിക്കുന്ന ഒരു 4 ബോക്സ് വെച്ചു. അതിൻ്റെ ബാക്ക് തുളച്ച് കണ്ടോ, ആ ബാക്ക് തുളച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ്, ഈ റൂമിൻ്റെ ഏരിയ ആയതുകൊണ്ട് റൂമിലൊരു ലൈറ്റ് വരുന്നുണ്ട്. അവിടെ ഒരു ബോക്സ് വെച്ചതിന് ശേഷം നേരെ താഴേക്ക് വന്ന് എൻട്രൻസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട്, ബാത്റൂമിൻ്റെ എൻട്രൻസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്കുള്ള സ്വിച്ചും കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒറ്റ സ്വിച്ച് ബോർഡ് കൊണ്ട് തന്നെ, എൻട്രൻസ് സ്വിച്ച് ബോർഡ് കൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ സ്വിച്ചും കൂടി അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിൽ 8 മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ബാത്റൂം അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സ്വിച്ച് ബോർഡുകളും അതുപോലെ തന്നെ ലൈറ്റ് പോയിന്റുകളും ഒരു ബാത്റൂമിൻ്റെ അകത്ത് വേണ്ട എന്തൊക്കെ പോയിന്റുകളാണ്, എത്ര ഹൈറ്റിലാണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.